ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ ചെമ്പരത്തിയുടെ ലൊക്കേഷനിലെ വിശേഷങ്ങൾ കാണിച്ചിട്ട് കുറേ കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ പുതിയ വല്ല കണ്ടൻറ്റും വന്നിട്ട് കാണിക്കാമെന്ന് ഓർത്തോർത്ത് പിന്നെ താമസിച്ചു പോയതാട്ടോ. പറഞ്ഞോന്നെ ഇതിപ്പോൾ ഷൂട്ട് നടക്കുന്നത് അരോമ ഗാർഡൻ അരുവിക്കരയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സ്ഥലമുണ്ട് ഈ വീടിന് ചുറ്റും. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഇപ്പം ഞാവൽപ്പഴം, വെള്ള ഞാവൽപ്പഴം ഞാൻ ആദ്യമായിട്ട് കാണാം. ടേസ്റ്റ് ഉണ്ട്, നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത്. വെള്ള ഞാവൽപ്പഴം കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ഏതായാലും ആദ്യമായിട്ടാണ്. നമ്മുടെ നാക്കിന് കളർ വരാത്ത എന്ത് ഞാവൽപ്പഴം എന്ന് ചിന്തിക്കൂല എല്ലാവരും. നാവിന് കളർ വന്നാലാണ് ഞാവൽപ്പഴം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. എടാ നീ ഒരു കുടയുള്ളെന്ന് പറഞ്ഞാൽ അവൻ പിടിച്ചോണ്ടിരിക്കുന്നത്. ഒരു കുടയുള്ള ആർക്കും പരാതി വേണ്ട, ഞാൻ പിടിച്ചോളാന്ന് പറയില്ല. അവർക്ക് കുടിച്ചു മേക്കപ്പ് സ്റ്റാൻഡ് വന്നപ്പോൾ അന്ന് പറഞ്ഞു ഏതോ ഒരു വീഡിയോ ഉണ്ട്, ഞാനിതിന് മനുഷ്യ എടാ പൊട്ടാ നീ എന്നൊക്കെ എന്ത് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ ചെമ്പരത്തിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു 8-9 മാസമായിട്ട് നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതിനകത്ത് പൊതി ഇപ്പൊ തുറക്കും. അതിനകത്ത് മറ്റേ ഇതിനകത്ത് ഇപ്പൊ എന്തൊക്കെ ഉണ്ട്. ആക്ഷൻ. നിവർത്തി വെച്ച നിർമ്മയുടെ സൈഡിലുള്ള പേപ്പർ നിവർത്തി പോയി. ഇതൊക്കെയാണ് സീനിൽ പറഞ്ഞ. അന്ന് ഞാൻ പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സാധനം എല്ലാം വേണം നിങ്ങൾ തോന്നുന്ന പോലെ ചെയ്താൽ പോലെയല്ല. ഇല്ലെങ്കിൽ സീനിൽ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് ഇഷ്ടമുള്ള അവിയലും എന്ന് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് പറയും ചെയ്ത് ഇതൊക്കെ അല്ല അത് അതിൻ്റെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ഇതേ ഉള്ളേ സെക്ഷനേ ഉള്ളൂ. വന്നിരുന്ന് ഞാനായിട്ട് എൻ്റെ മോളെ ഇവിടെയും വരുത്തി, കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറ്റി. ഇനി അത് പറയാം കേട്ടോ. അവരടുത്ത് പറയാൻ കേട്ടോ. നല്ല സ്പ്രേ അടിച്ചോളൂ. ബ്രഹ്മന്മാരാണല്ലേ വീണ്ടും വന്നു.
അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോയിലെത്തി. ഇനി നമുക്കിതൊക്കെ ഡബ് ചെയ്യണ്ടേ. അങ്ങനെ ഓരോ സീനും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി കേട്ടോ. ഭയങ്കര സെൻറ്റിമെൻ്റൽ സീൻ തന്നെയായിരുന്നു. പക്ഷേ സ്റ്റുഡിയോയിലെ റിയാക്ഷൻ അൾട്ടിമേറ്റ് പുച്ഛമായിരുന്നു. ഇതാണ് നമ്മുടെ ബിനീഷ്. ഇവൻ നേരെ ക്യാമറയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ റിയാക്ഷൻ ഇത് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അൾട്ടിമേറ്റ് പുച്ഛമായിരുന്നു അവൻ്റെ മുഖത്ത്. നീ ഇതിലൊന്നും പറയരുത്. നിനക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ. മിണ്ടാപ്രാണിയായ നിന്നെ ഞാൻ എന്തായാലും ചാവും. മിണ്ടാപ്രാണിയായ നിന്നെ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ചെമ്പരത്തിയുടെ ബിഹൈൻഡ് ദ സീനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.